രാഹുൽ ഈശ്വറിന് ഹണി റോസിൻ്റെ വസ്ത്രധാരണം കാണുമ്പോൾ ഇക്കിളിയാണത്രേ. ഈ നാട്ടിൽ പൊതുവേദിയിൽ പോകുമ്പോൾ, വിദേശത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ പോകുമ്പോൾ സ്ത്രീകൾ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് കുലപുരുഷനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് കേൾക്കണം. പുതിയ കാലത്ത് നിന്നിട്ട് ഹണി റോസ് എങ്ങനെ പോകണമെന്ന് ഇവിടുത്തെ കുലപുരുഷന്മാരാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകളായിട്ടുള്ളവർ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടതിനെ സംബന്ധിച്ചുള്ള ഒരു വിദഗ്ധ അഭിപ്രായമാണ് വാടക നാവുകാരൻ്റേത്. കാര്യം ഈ നാട്ടിൽ സ്ത്രീകൾക്കെതിരെ എന്ത് അതിക്രമം, ഏത് നരാധമൻ കാണിച്ചാലും അവൻ്റെ വക്കാലത്തുമായിട്ട് ഉടൻ രാഹുൽ ഈശ്വർ ഇറങ്ങും. ബോച്ചയ്ക്ക് വേണ്ടി, ബോച്ച എന്ന അലവലാതി നാവിനെ ന്യായീകരിക്കാൻ വേണ്ടി കൈരളി ചാനലിൽ ചെന്നതാണ്. അവതാരകൻ ടൈറ്റ് ചെയ്ത് ചോദ്യം ചോദിച്ചപ്പോൾ കിടന്ന് മെഴുകുന്ന രീതി കേൾക്കൂ. 100% വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതായത് ഹണി റോസിന് ഒരു ഡ്രസ് കോഡിൻ്റെ ലിസ്റ്റ് കൊടുക്കാൻ വരെ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. ആ അമ്പലങ്ങളിൽ നിൽക്കുന്ന പൂജാരിമാർ കൗബീന ഇട്ടുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഇതുവരെ പൊള്ളിയിട്ടില്ല. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ കാണുമ്പോൾ കുറച്ച് ഇക്കിളി ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതേ ഈ പ്രതികരണം. സ്ത്രീ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്നൊരു നിലപാട് നമ്മൾ മാധ്യമങ്ങൾ എടുക്കരുത്. ഈ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പാണ് പൊതുജനങ്ങൾ ഭയങ്കരമായി അവർ ചെയ്യുന്ന കാര്യങ്ങളെ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ പ്രശ്നമാണ് രാഹുൽ, അത് നിങ്ങളുടെ പ്രശ്നമാണ്. കലാകാരിയുടെ ഒരു എന്താ പറയുക ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഹണി റോസിനെ വിമർശിക്കാം. ഹണി റോസ് പറഞ്ഞാൽ നിങ്ങൾക്ക് വിമർശിക്കാം. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ചും ഹണി റോസ് അങ്ങനെ വസ്ത്രം ധരിച്ചാൽ നിങ്ങൾക്ക് പ്രകോപനം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് ഹണി റോസിന്റെ പ്രശ്നമല്ല, നിങ്ങളുടെ പ്രശ്നമാണ്. സാർ, എന്നെ ഹണി റോസ് വിമർശിക്കുന്നതിനെ ഞാൻ ബഹുമാനത്തോടെ കാണുന്നു. എനിക്ക് ഏതെങ്കിലും രീതിയിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ ശരിയല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവർ പറയുന്നത് പരിശോധിക്കാം. ഇതേപോലെ ഹണി റോസിന്റെ വസ്ത്രധാരണവും അവരെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോയും ഫോട്ടോയും എല്ലാം അവരും കൂടി ഒന്ന് കാണണം. നമ്മൾ മാത്രമല്ല, വെറുതെ സോഷ്യൽ മീഡിയയിൽ പോയി ഹണി റോസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഹണി റോസ് ധരിക്കുന്ന ഡ്രസ്സ്, ഹണി റോസ് ധരിക്കുന്ന വീഡിയോസ് തുടങ്ങിയ കാര്യങ്ങൾ കാണും. ഇതവർ കാണാത്തൊന്നും അല്ലല്ലോ. അപ്പോൾ അതിനെ എത്ര വൈകൃതപരമായി പ്രസന്റ് ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ടും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളും റീഷെയർ ചെയ്യുന്ന നിലപാടുകളും ഒക്കെ ഹണി റോസ് എടുക്കുമ്പോൾ നാട്ടുകാരതിനെ വിമർശിക്കില്ലേ? അതായത് രാഹുൽ ഈശ്വർ, ഈ ഹണി റോസ് അവസാനം പറഞ്ഞ ഒരു വാക്കുകളാണ് രസകരമായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം. ഹണി റോസിന്റെ വാക്യങ്ങളിലെ അവസാന വാക്യം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതായത് എപ്പോഴെങ്കിലും എന്റെ മുമ്പിൽ വരികയാണെങ്കിൽ ഹണി റോസ് നന്നായി വസ്ത്രം ധരിച്ച് വന്നോളാം. ഹണി റോസ് എന്റെ മുമ്പിൽ എങ്ങനെ വസ്ത്രം ധരിച്ചു വന്നാലും ദ്വയാർത്ഥ പ്രയോഗത്തോടെ ഞാൻ ഒന്നും പറയില്ല. പക്ഷെ അതല്ല അതിലെ പോയിന്റ്. സമൂഹത്തിൽ പോകുമ്പോൾ, ഒരുപാട് പ്രായത്തിലുള്ളവർ പോകുമ്പോൾ, പൊതുവേദികളിൽ പോകുമ്പോൾ, സ്റ്റേജുകളിൽ പോകുമ്പോൾ, ഇവർ ഇനോഗ്രേഷനായി പോകുമ്പോൾ, വിദേശത്ത് പോകുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകൾ വരുമ്പോൾ അല്ലെങ്കിൽ ചില ആംഗിളുകളിൽ നിന്ന് മാത്രം ഫോട്ടോ എടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല. ഇതിനപ്പുറം എങ്ങനെയാണ് എനിക്ക് പച്ചയ്ക്ക് പറയാൻ കഴിയുക? ഇതിനപ്പുറം എങ്ങനെയാണ് എനിക്ക് സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെ പറയാൻ കഴിയുക? അതുകൊണ്ട് ആ മാന്യത അവർ കാണിക്കണം. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് വ്യാപകമായ ഹണി റോസിന്റെ വിമർശനങ്ങൾ സ്വീകരിക്കുന്നു. ഹണി റോസ് വസ്ത്രധാരണത്തെ കുറിച്ച് ഒരു പുനർചിന്തനം നടത്തണം. ഹണി റോസ് വസ്ത്രധാരണത്തെ കുറിച്ച് ഒരു പുനർചിന്തനം നടത്തണം. ഹണി റോസിന്റെ പ്രസ്താവനകൾ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ബോബി ചെമ്മണ്ണൂരിനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കേരളത്തിലെ വലിയൊരു വിഭാഗം അപ്പോഴാണെന്ന് ഉണർന്നത് ഈ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് വഷളത്തരമാണെന്നും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെ ഉയരുമ്പോൾ താങ്കളെ പോലെയുള്ള വലിയൊരു വിഭാഗം ഹണി റോസിനെതിരെ തിരിയുന്നു. ഇതാണ് ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നം. നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നമാണ് രാഹുൽ ഈശ്വർ എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരികയാണ്. ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ, വസ്ത്രധാരണ വാക്കുകളിൽ മാത്രമാണോ വഷളത്തരം? വസ്ത്രധാരണത്തിൽ ഒരു വഷളത്തരമില്ലേ? വാക്കുകളിൽ മാത്രമാണോ വഷളത്തരമുള്ളത്? വാക്കുകളിൽ മാത്രമാണോ മാന്യതയില്ലാത്തുള്ളത്? വസ്ത്രധാരണത്തിലും കൂടി ഇല്ലേ? അത് മാത്രം താങ്കളൊന്ന് ആലോചിക്കണമെന്ന് താഴ്മയായ അഭ്യർത്ഥിച്ചു. അതുകൊണ്ട് വാക്കിനും മാന്യത വേണം, വസ്ത്രധാരണത്തിനും മാന്യത വേണം. ഈ ഒരു പൊസിഷനെ അംഗീകരിക്കാൻ അങ്ങേക്ക് എന്താണ് മടി? വാക്കിനും മാന്യത വേണം, വസ്ത്രധാരണത്തിനും മാന്യത വേണം. ഈ ഒരു പോയിന്റ് പറയുന്നത് ഈ വഷളത്തലം എന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ വാക്കുകൾ വഷളത്തരമാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞു. പക്ഷേ
നിങ്ങളുടെ കാഴ്ചപ്പാടല്ല എനിക്ക്, അത് എന്റെ തലയിൽ തിരികെ കയറ്റുന്നത് എന്തിനാണ്? നിങ്ങൾ പറഞ്ഞു, രാഹുൽ ഈശ്വർ പറഞ്ഞു, ഹണി റോസിന്റെ വസ്ത്രധാരണം അത് വഷളത്തരമാണ്. നിങ്ങൾ ഇന്നലെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതിനെ കടന്ന രീതിയിൽ പറയുകയാണ്, അത് വഷളത്തരമാണെന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം വാക്കുകളാണ്. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ള കാഴ്ചപ്പാടുള്ള വലിയ വിഭാഗം ഇവിടെ ഉണ്ട്. രാഹുൽ ഈശ്വർ, ഹണി റോസ് വിമർശിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ ഹണി റോസ് ഓർക്കേണ്ട ഒരേ ഒരു കാര്യം, സമൂഹത്തിൽ വ്യാപകമായി ഹണി റോസിനെതിരെ വസ്ത്രധാരണത്തിന് വിമർശനങ്ങളുണ്ട്. സ്ത്രീ പുരുഷ ഭേദമന്യേ, ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഹണി റോസിനെതിരെയുള്ള വിമർശനങ്ങളും കൂടി ഹണി റോസ് കാണണം. നാളെ ജനുവരി 10 അവരുടെ പുതിയ സിനിമ റേച്ചൽ ഇറങ്ങുന്നുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു, എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ. പക്ഷേ സമൂഹത്തിൽ അവർ വരുമ്പോൾ അവരുടെ വസ്ത്രധാരണം സഭ്യതയുടെയും മാന്യതയുടെയും അതിർവരമ്പുകൾ ലഭിക്കുന്നു. അല്ലെങ്കിൽ അത് അല്ല, ഇതിനകത്തെ രാഹുൽ ഈശ്വർ ഈ ഹണി റോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നത് അറിയില്ലല്ലോ എന്നൊരു ചോദ്യം. രാഹുൽ ഈശ്വർ ഈ നാട്ടിലുള്ള സ്ത്രീകളെല്ലാം എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കാനായിട്ട് ആരും ഏൽപ്പിച്ചിട്ടില്ല. അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. ഉടുത്തോണ്ട് നടക്കും, ഉടുക്കാതെ നടക്കും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് ഇട്ടുകൊണ്ട് നടക്കും, അതൊക്കെ വ്യക്തിയുടെ സ്വാതന്ത്ര്യം. അതിപ്പോൾ ഉടുക്കാതെ നടക്കുക എന്ന് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നിയമം അനുവദിച്ചതുപോലെ ആർക്കും ഏത് വസ്ത്രവും ധരിക്കാം. അതിന് ഒരു രാഹുൽ ഈശ്വർമാരുടെയും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. സ്ത്രീകളെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ചോയ്സാണ്. എനിക്ക് ഏത് തരം വസ്ത്രം ശരിയാകും, എനിക്ക് ഏത് തരം വസ്ത്രം ധരിക്കണം, ഈ വസ്ത്രം ധരിച്ചാൽ എനിക്ക് ഓക്കെ ആണെന്ന് അവർ വിചാരിച്ചാൽ അതിൽ കൗബീന ഫാൻസുകാരനായിട്ടുള്ള ഒരു രാഹുൽ ഈശ്വറിനും അഭിപ്രായം പറയേണ്ട കാര്യമില്ല. രാഹുൽ ഈശ്വറിന് അഭിപ്രായം പറയാം, സ്വന്തം വീട്ടിലുള്ളവരടുത്ത് ഈ അഭിപ്രായം പറയാം. പക്ഷേ നാട്ടിലുള്ളവർ എങ്ങനെ വസ്ത്രം ധരിച്ച് നടക്കണമെന്നതിനെ സംബന്ധിച്ച് രാഹുൽ ഈശ്വർ പ്രത്യേകിച്ച് വേവലാതിപ്പെടേണ്ട. അങ്ങനെ വേവലാതിപ്പെട്ടാൽ ബോച്ചെ പോലുള്ള അലവലാതി നാവുകളെ ന്യായീകരിച്ചാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നല്ലാതെ വേറെ വഴിയില്ല. ഭാഷാ നിയന്ത്രണത്തോടു കൂടി സംസാരിച്ചു എന്ന് കരുതിക്കൊണ്ട് ദിലീപിനെ ന്യായീകരിക്കും പോലെ, PC ജോർജിനെ ന്യായീകരിക്കും പോലെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറ്റം പറയും പോലെ, ഇങ്ങനെ ഈ നാട്ടിലെ വേട്ടക്കാരന്മാരെയെല്ലാം ന്യായീകരിക്കുന്ന രാഹുൽ തൽക്കാലം ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ രാശി വളരെ മോശമാകും. കാര്യം ഉണ്ട തിന്നാനുള്ള ഭാഗ്യം ഉണ്ടോ എന്ന് നിങ്ങളുടെ രീതിയിൽ പറഞ്ഞാൽ ആ ജാതകം എടുത്തൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ജാതകമൊക്കെ നാട്ടുകാരെ പറ്റിക്കുന്നതല്ലേ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വീണ്ടും വീണ്ടും ഡയലോഗ് അടിച്ച് കത്തിക്കേറിയാൽ അത് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഹണി റോസ് രണ്ടും കൽപ്പിച്ചാണ്. ബോച്ച ഇന്നലെ മുതൽ കൊതുകടിയും കൊണ്ട് കൊളുക്കട്ടയും കഴിച്ച് കിടക്കുന്ന അവസ്ഥ രാഹുൽ ഈശ്വറിനും വരും എന്ന് മാത്രമേ ഈ ചർച്ച കേൾക്കുമ്പോൾ പറയാനുള്ളൂ.